Hi everyone, welcome back to our channel. നിയറസ്റ്റ് ലൊക്കേഷനിലുള്ള കെയർ ഹോം ജോബ്സ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, അതിനുവേണ്ടി ഒരു വെബ്സൈറ്റ് ഉണ്ട്, carehome.co.uk. ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് സെലക്ട് ടൈപ്പ് ഓഫ് കെയർ, നമ്മൾ ഏത് ടൈപ്പ് ഓഫ് കെയർ ഹോം ജോബാണ് വേണ്ടേ എന്നുള്ളത് അവിടെ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ലൊക്കേഷൻ ഇവിടെ സെർച്ച് ചെയ്യാം. സെലക്ട് ചെയ്ത് അത് ഓപ്പൺ ആയി വരുമ്പോൾ നമ്മുടെ നിയറസ്റ്റ് ലൊക്കേഷനിലുള്ള കെയർ ഹോംസുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഇതാണ് ഞാൻ കൊടുത്ത ലൊക്കേഷൻ്റെ ബേസിൽ വന്നിരിക്കുന്ന കെയർ ഹോംസ്. ഇവിടെ എത്ര റൂംസ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിലുള്ള വ്യൂ ഫുൾ ഡീറ്റെയിൽസ് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓപ്പൺ ആയി വരുന്ന വ്യൂവിൽ കുറച്ചും കൂടി ഇലാബറേറ്റഡ് ആയിട്ട് അതെന്തൊക്കെ ടൈപ്പ് ഓഫ് സർവീസാണ് അവിടെ ഉള്ളത്, അതുപോലെ തന്നെ എത്ര നമ്പർ ഓഫ് റൂംസ് ഉണ്ട്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ ലിസ്റ്റ് ചെയ്ത് കാണാൻ സാധിക്കും. കുറച്ചും കൂടി താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ കാണിക്കും. അതുപോലെ കുറച്ച് ഇവൻറ്റ്സ് കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ കാണാം. ഇനി നമുക്കിപ്പോൾ ഇവർക്കൊരു മെയിൽ സെൻഡ് ചെയ്യണം. ഇതിനകത്ത് സെൻഡ് മെയിൽ എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓപ്പൺ ആയിട്ട് വരുന്ന വിൻഡോയിൽ നമുക്കൊരു ജോബ് വാക്കൻസി എൻക്വയറി ആണ് വേണ്ടത്, നമ്മൾ മെയിൽ അയച്ച് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ ജോബ് വാക്കൻസി എൻക്വയറി സെലക്ട് ചെയ്യുക. നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ അടിച്ചു കൊടുക്കുക, ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ, ഇതെല്ലാം അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടെ എൻക്വയറി ആയിട്ട് ഐ എം ലുക്കിംഗ് ഫോർ എ ജോബ്, എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇന്ന കൈൻഡ് ഓഫ് ജോബാണ് നോക്കുന്നത്, ഡു യു ഹാവ് എനി വാക്കൻസി അങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സെൻഡ് മീ എ കോപ്പി ഓഫ് ദിസ് ഇമെയിൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു കോപ്പി നമ്മുടെ ഇമെയിലിലേക്ക് സെൻഡായി കിട്ടും. അതിനുശേഷം നമ്മൾ സെൻഡ് എൻക്വയറി ബട്ടൺ താഴെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ആ കെയർ ഹോമിലേക്ക് മെയിൽ പോകും. ഇനി നമുക്ക് ഡയറക്റ്റ് അവരെ വിളിച്ച് ചോദിക്കണം എന്നുണ്ടെങ്കിൽ വ്യൂ ഫോൺ നമ്പർ സെലക്ട് ചെയ്യുക. അവിടെ സെയിം ജോബ് വാക്കൻസി എൻക്വയറിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഫോൺ നമ്പർ കാണിക്കും. നമുക്ക് ഈ നമ്പറിലേക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാം, കാര്യങ്ങൾ ചോദിച്ചറിയാൻ സാധിക്കും. ഇനി ഇതിൽ മറ്റൊരു ഓപ്ഷനും കൂടി ഉണ്ട്, ജോബ് സെർച്ച്. ഈ ടാബ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് റോളാണോ വേണ്ടത്, എന്ത് ജോലിയാണോ നമ്മൾ നോക്കുന്നത്, അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, കുറേ ജോബിൻ്റെ ടൈപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കതിനകത്ത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ സെലക്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ലൊക്കേഷൻ അടിച്ചു കൊടുക്കുന്നു. അതിൻ്റെ ബേസിൽ ജോബ് ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്നതിനെയൊക്കെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് എത്ര മൈൽ ഡിസ്റ്റൻസിലാണ് ഈ ഹോം ഉള്ളത് അതവിടെ കാണിക്കും. റെഡ് കളറിൽ കാണിക്കുന്നത് എത്ര ഡിസ്റ്റൻസിലാണ് ആ ഹോം ഉള്ളത് എന്നുള്ളതാണ്. ഇനി ഇവിടെ വ്യൂ ഫുൾ ഡീറ്റെയിൽസ് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ജോബിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. അതിന് വേണ്ട ക്വാളിഫിക്കേഷൻസ്, സാലറി, അതുപോലെ തന്നെ എന്ത് ടൈപ്പ് ഓഫ് ജോലിയാണത്, ലൊക്കേഷൻ, ഇതെല്ലാം കാണിക്കും. നമുക്കവിടെ അപ്ലൈ ഫോർ ദിസ് ജോബ് ക്ലിക്ക് ചെയ്ത് അതിന് അപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ ഒരു നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്കിത് ലോഗിൻ വിത്ത് ഗൂഗിൾ കൊടുത്താലും മതി. ഇതിനകത്തുനിന്ന് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 ടൈപ്പ് ഓഫ് മെത്തേഡാണ് ഞാനിവിടെ കാണിച്ചത്. ഇവിടെ ഡയറക്റ്റ് കെയർ സെർച്ച് എന്നുള്ള ടാബിനകത്ത് ലൊക്കേഷൻ കൊടുത്ത് നിയറസ്റ്റ് ആയിട്ടുള്ള ഹോമുകൾ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നു. ഡയറക്റ്റ് അവർക്ക് ജോബ് ഉണ്ടോ എന്ന് ചോദിച്ച് ഒരു മെയിൽ അയക്കുന്നു. സെക്കൻഡ് മെത്തേഡിൽ ഡയറക്റ്റ് ജോബ് സെർച്ച് എന്നുള്ള ടാബിനകത്ത് ഏതൊക്കെ ജോബ് ഓപ്പൺ ആയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ബേസിൽ നമ്മൾ ആ ജോബ് ഓപ്പൺ ആയിട്ടുള്ളതിനെ മാത്രം കണ്ടുപിടിച്ചിട്ട് അപ്ലൈ ചെയ്യുന്നു. ഇതിലേത് മെത്തേഡ് വേണമെങ്കിലും നമ്മൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ യൂസ് ചെയ്തത് ഫസ്റ്റ് മെത്തേഡാണ്,
ഡയറക്റ്റ് നിയറസ്റ്റ് ആയിട്ടുള്ള ഹോമുകൾ കണ്ടുപിടിക്കുന്നു. അവർക്കൊരു മെസ്സേജ് എൻക്വയറി അയച്ചിട്ട് ജോബ് വാക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ചിലപ്പോൾ ആ ഹോമിൽ ഒരു വാക്കൻസിയും ഈ ജോബ് സെർച്ച് എന്നുള്ള ടാബിൻ്റെ അണ്ടറിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഡയറക്റ്റ് നമ്മൾ അവരെ എൻക്വയറി ചെയ്ത് ചോദിക്കുമ്പോൾ, നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞിട്ട് വെച്ചിട്ട് ചോദിക്കുമ്പോൾ അവർ നമ്മളെ തിരിച്ച് വിളിക്കാനൊരു സാധ്യത കൂടുതലാണ്. എനിക്ക് ആ മെത്തേഡാണ് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത്. ബിക്കോസ് എനിക്ക് കോൾസ് റിട്ടേൺ വന്നിരുന്നു. എൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഇമെയിൽ ID. അതിനകത്തേക്ക് അവർ റിപ്ലൈ ചെയ്തിരുന്നു. അവർക്ക് വാക്കൻസി ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ഇല്ല എന്ന് തിരിച്ച് റിപ്ലൈ ചെയ്തിരുന്നു. അഥവാ വാക്കൻസി ഉണ്ടെങ്കിൽ അവർ നമ്മളെ ഡയറക്റ്റ് വിളിച്ചിരുന്നു. ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇത് മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അതുപോലെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. Thanks for watching.